ഒരുപാട് സന്തോഷവും ഒരുപാട് സമാധാനവും നൽകുന്ന ഒരു പുണ്യദിനമാണ് ക്രിസ്മസ്. 2024 ക്രിസ്മസ് ആഘോഷം നമ്മളിന്ന് കൊണ്ടാടുകയാണ്. ഭാരതത്തിലെ ക്രിസ്തുവിൻ്റെ ശിഷ്യനായ മാർ തോമസ് ശ്ലീഹായാൽ സ്ഥാപിതമായ ഈ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും തള്ളപ്പള്ളിയായിട്ടുള്ള പാലയൂർ ഫൊറോന പള്ളിയിലെ ഈ ക്രിസ്മസിലെ നിങ്ങളോടൊത്ത് തിരുപ്പിറവിയുടെ തിരുക്കർമ്മങ്ങളും പരിശുദ്ധ കുർബാനയും അർപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നലെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട മോദിജി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലെ അനേകം മെത്രാന്മാരുടെയും വൈദികരുടെയും ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികളുടെയും നാനാജാതി മതസ്ഥരായിട്ടുള്ള അഭ്യുദകാംക്ഷികളുടെയൊക്കെ സാന്നിധ്യത്തിൽ ക്രിസ്മസിൻ്റെ ആഘോഷത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കുവച്ചു. അദ്ദേഹം ക്രിസ്മസ് സന്തോഷം പങ്കുവച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഇത്തവണത്തെ ക്രിസ്മസ് സന്ദേശത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ക്രിസ്മസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി, ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് റിയാലിറ്റി. ക്രിസ്മസ് ഒരിക്കലും അവസാനിക്കുന്ന ഒരു തിരുനാളല്ല. ക്രിസ്മസ് എന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തിരുനാളാണ്. അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി, എന്നൊക്കെയാണോ മനുഷ്യൻ സന്മനസ് പുലർത്തുന്നത് അന്നെല്ലാം നമുക്ക് ചുറ്റും ക്രിസ്മസ് സംജാതമാകുന്നു. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതുതന്നെയാണ്. ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലെ അവതരിച്ചതിൻ്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസ്. പക്ഷെ ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചപ്പോൾ സന്മനസ്സോടുകൂടെ ദൈവത്തോട് സഹകരിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ട്. മാലാഖ മറിയത്തോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കണം. ആ കുഞ്ഞ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ദൈവത്തിൻ്റെ ഈ ലോകത്തിലുള്ള സമ്മാനമാണ്. നീ സഹകരിക്കുകയാണെങ്കിൽ ദൈവം നിന്നിൽ സംപ്രീതയാകും. മറിയം പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ല, ഇതെങ്ങനെയാണ് സംഭവിക്കുക? കാരണം മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവർ പരസ്പരം വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. മാലാഖ പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നിനക്ക് സന്മനസ്സുണ്ടെങ്കിൽ നീ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അമ്മയാകും. മറിയം പറഞ്ഞ വാക്കുകൾ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ.
ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. മറിയം കരം നീട്ടി ദൈവത്തിന് കരം കൊടുത്തപ്പോ മംഗളവാർത്ത മറിയത്തിലെ ഭൂജാതമായി. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. മറിയവും യൗസേപ്പും വിവാഹബന്ധം നടത്തിയിട്ടില്ല. മറിയം ഗർഭവതിയായി എന്ന് കേട്ടപ്പോൾ ഔസേപ്പ് അസ്വസ്ഥചിത്തനായി. മത്തായിയുടെ സുവിശേഷം നിങ്ങൾ വായിക്കുന്നുണ്ട്. മറിയത്തെ ഉപേക്ഷിക്കാൻ യൗസേപ്പ് തീരുമാനിച്ചു. യൗസേപ്പ് സംഘർഷഭരിതനായപ്പോൾ മറിയത്തെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചപ്പോൾ ദൈവം മാലാഖയിലൂടെ യൗസേപ്പിനോട് സ്വപ്നത്തിലെ അരുൾ ചെയ്തു, മറിയം ഗർഭവതിയായിരിക്കുന്നത് നീ സഹവസിച്ചത് കൊണ്ടല്ല, ദൈവം അവളിൽ ആവസിച്ചത് കൊണ്ടാണ്. നീ അവളെ ഭാര്യയായി സ്വീകരിക്കണം. ദൈവം നടത്തുന്ന ഈ അത്ഭുതകരമായിട്ടുള്ള ഇടപെടലിലെ ദൈവത്തോട് സഹകരിക്കാൻ ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന യൗസേപ്പ് സുവിശേഷത്തിൽ പറയുന്നു, എനിക്കൊന്നും മനസ്സിലായിട്ടല്ല, പക്ഷെ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു. കാനേഷ് കുമാരി കണക്കെടുക്കാനായിട്ട് യൗസേപ്പും മറിയവും, പൂർണ്ണഗർഭിണിയായ മറിയവും ബേത്ലഹേമിലേക്ക് പോയ കഥയൊന്നും നമുക്ക് പുതിയതല്ല. അവൾക്ക് പ്രസവ സമയമായപ്പോൾ ഇടം കിട്ടാതെ വലഞ്ഞപ്പോ യൗസേപ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിന്നപ്പോൾ ആട്ടിടയന്മാർ പറഞ്ഞു, ഈ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീക്ക് പ്രസവിക്കാൻ ഒരിടം ഞങ്ങൾ കാണിച്ചു തരാം. ആട്ടിടയന്മാരുടെ കൂടെ യൗസേപ്പും മറിയവും നടന്നപ്പോൾ അവർക്ക് ഇടയന്മാർ കാണിച്ചു കൊടുത്ത ഇടം ഇടയന്മാർ വസിക്കുന്ന സ്ഥലം തന്നെയാണ്. നോക്കൂ, ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങൾക്കും കൂടെ ഇടമുണ്ട് എന്ന് അവർ പറഞ്ഞു. ആ കാണിച്ചു കൊടുത്ത ഇടത്തിലാണ് മറിയം ഈശോയെ പ്രസവിച്ചത്. അതാണ് ബേത്ലഹേം. ബേത്ലഹേം അവർ കാണിച്ചു കൊടുത്ത ഇടമാണ്. ആ ഇടത്തിലാണ് മറിയം ഈശോയെ പ്രസവിച്ചത്. മാലാഖമാർ ആദ്യത്തെ ക്രിസ്മസ് കരോള് പാടിയത് അവിടെയാണ്. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, 2024 ക്രിസ്മസ് നമ്മൾ സാഘോഷം കൊണ്ടാടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. ക്രിസ്മസ് അവസാനിച്ച ഒരു തിരുനാളല്ല, ഒരിക്കലും അവസാനിക്കാത്ത സാധ്യതകളുടെ ഒരു തിരുനാളാണ്. ഒരിക്കലും അവസാനിക്കാത്ത സാധ്യതകളുടെ ഒരു തിരുനാള്. ആദ്യമായിട്ട് പുൽക്കൂട് ലോകത്തിൽ ഉണ്ടാക്കിയത് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. അദ്ദേഹം പുൽക്കൂടുണ്ടാക്കിയ സ്ഥലത്തിന്റെ പേരാണ് ഗ്രേച്ച്. ഗ്രേച്ചയിലാണ് ഫ്രാൻസിസ് അസീസി ആദ്യമായിട്ട് ക്രിസ്മസ് കൂടുണ്ടാക്കിയത്. ആ കൂട്ടിൽ ഈശോയുടെ രൂപം വെച്ചു. അത് ഒരു കൗതുകമായിരുന്നു ആളുകൾക്ക്. ഫ്രാൻസിസിനോട് ആളുകൾ ചോദിച്ചു, നീ എന്താണ് ഈ പുൽക്കൂടുണ്ടാക്കിയപ്പോൾ? ഫ്രാൻസിസ് അവരോട് പറഞ്ഞ മറുപടിയുണ്ട്, ക്രിസ്മസിന്റെ പുതുമ തീർന്നിട്ടില്ല, അത് തുടരുകയാണ്. ക്രിസ്മസ് നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന ഒരു വെല്ലുവിളി. ഈ വർഷാവസാനത്തിലെ ദൈവം വീണ്ടും ആഘോഷിക്കാൻ നമ്മളോട് അവസരം നൽകുമ്പോൾ 2024 ക്രിസ്മസ് 2025 ചക്രവാളമാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. 2025 ചക്രവാളത്തിലേക്ക് ഞാനും നിങ്ങളും വാതിൽ തുറക്കുന്നതാണ് ക്രിസ്മസ് ആഘോഷം.
പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് മഹാജൂബിലി ആഘോഷിക്കാൻ വത്തിക്കാൻ ബസിലിക്കയുടെ വാതിൽ തുറക്കുകയാണ്. മാർപ്പാപ്പ തുടർന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ബസിലിക്കകളുടെ വാതിലുകൾ തുറന്നുകൊണ്ട് മഹാജൂബിലി ആഘോഷിക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ക്രിസ്തു ജനിച്ചിട്ട് 2025 വർഷങ്ങള് പൂർത്തിയാക്കുന്ന മഹാജൂബിലി. എന്തിനാണ് ഈ മഹാജൂബിലി എന്ന് പരിശുദ്ധ പിതാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവസാനിക്കാത്ത സാധ്യതകള് നമുക്ക് നൽകുന്ന ക്രിസ്മസിന്റെ ചക്രവാളങ്ങള് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ ഈ മഹാജൂബിലിക്ക് കാരണമാകട്ടെ. ക്രിസ്തു ജനിച്ചത് ഒരാഘോഷമല്ല, അത് അനിതര സാധാരണമായിട്ടുള്ള ഒരവസരമാണ്. അനിതര സാധാരണമായിട്ടുള്ള ഒരവസരമാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ. ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി കരം കൊടുക്കുന്ന, കരുതലിൻ്റെ കരം കൊടുക്കുന്ന എല്ലാ സദ്ഭാവങ്ങളും ക്രിസ്മസിന്റെ തുടർച്ചയാണ്. മറിയത്തോട് മാലാഖ പറഞ്ഞപ്പോ മറിയത്തിനൊന്നും മനസ്സിലായില്ല. മറിയം പറഞ്ഞു, അത് ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ഇതാ കർത്താവിന്റെ ദാസി. ക്രിസ്മസ് അവിടെ തുടങ്ങി. മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച യൗസേപ്പ് സ്വപ്നത്തിൽ കണ്ടു, ഇത് മറിയം ഗർഭം ധരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ്. അവിടെ കീഴടങ്ങിയ യൗസേപ്പ് മറിയത്തിന്റെ ഉദരത്തിലെ ശിശുവിന്റെ വളർത്തുപിതാവാകാൻ നിയോഗിക്കപ്പെട്ട തന്റെ ദൗത്യം സന്തോഷത്തോടെ സ്വീകരിച്ചു മറിയത്തെ കൈക്കൊണ്ടു. യൗസേപ്പ് പിതാവ് ക്രിസ്മസ് ആണ്. മറിയത്തിന്റെ പ്രസവവേദന തുടങ്ങിയപ്പോൾ ഇടം കിട്ടാതെ വലഞ്ഞപ്പോ ആട്ടിടയന്മാര് ആ സങ്കടം കണ്ടിട്ട് യൗസേപ്പിനോട് പറഞ്ഞു, ഇടം തരാം, വരൂ. അവര് കാണിച്ചു കൊടുത്ത ഇടം അത് ക്രിസ്മസിന്റെ തുടർച്ചയാണ്. സ്നേഹമുള്ളവരെ, മാൽക്കം മക്ബ്രിഡ്ജ് മദർ തെരേസയെ കുറിച്ച് എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഒരുപക്ഷെ മദർ തെരേസയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആധികാരികമായിട്ടുള്ള ഒരു പുസ്തകം അതാണ്. ആ പുസ്തകത്തിലെ മദറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കൽക്കട്ടയുടെ തെരുവീതികളിലെ അഴുക്ക് പിടിച്ച് വ്രണങ്ങളിലെ അഴുക്ക് പിടിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരെ നിങ്ങൾ കഴുകി വൃത്തിയാക്കി അവിടെ വ്രണങ്ങൾ ചുംബിക്കുകയും അവരെ മാറോട് ചേർത്ത് പിടിക്കുകയും നിങ്ങൾ അവരെ നിങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളിത് ചെയ്യുന്നതിന് കാരണം? നിങ്ങളെ അതിന് പ്രചോദിപ്പിക്കുന്ന കാരണം എന്താണ്? മദർ തെരേസ മാൽക്കം മക്ബ്രിഡ്ജിനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ഞാൻ കൽക്കട്ടയുടെ തെരുവീതികളിലെ കുഷ്ഠം പിടിച്ച രോഗികളെ അല്ല കണ്ടത്, മുറിവേറ്റ ക്രിസ്തുവിനെയാണ്. ഞാൻ കോരിയെടുത്തത് കുഷ്ഠരോഗികളെ അല്ല, മുറിവേറ്റ ക്രിസ്തുവിനെയാണ്. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, 2024 ക്രിസ്മസ് നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളി, ക്രിസ്മസ് അവസാനിക്കാതെ സൂക്ഷിക്കാൻ എങ്ങനെ നക്ഷത്ര വിളക്കുകൾ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കൊളുത്താൻ കഴിയും. ഞാനും നിങ്ങളുമൊക്കെ നക്ഷത്ര വിളക്കുകളാകണം. നമ്മുടെയൊക്കെ ചുറ്റുമുള്ള മനുഷ്യരോട്, നമ്മുടെയൊക്കെ ചുറ്റുമുള്ള വേദനിക്കുന്നവരോട്, ആരും നോക്കാനില്ലാത്തവരോട്, എല്ലാവരായാലും പരിത്യക്തരായവരോട്, അവരോടൊക്കെ കരം കൊടുത്ത് കരുതൽ പകരുമ്പോൾ ക്രിസ്മസ് അവസാനിക്കുകയില്ല. 2025 പരിശുദ്ധ പിതാവ് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പറഞ്ഞു, ഇതൊരു കരുണയുടെ ആഘോഷമാകട്ടെ.
ഇത് ഒരു കരുതലിന്റെ ആഘോഷമാകട്ടെ. മാർപ്പാപ്പ ഈ വരാൻ പോകുന്ന ജൂബിലി വർഷത്തെ വിളിക്കുന്ന പേര് പ്രത്യാശയുടെ കരം കൊടുക്കുന്ന മഹാജൂബിലി. പ്രത്യാശയുടെ കരം കൊടുക്കുന്ന മഹാജൂബിലി. ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ കരം കൊടുത്തുകൊണ്ട് കരുത്തു പകരുന്നവരാകട്ടെ. നമ്മുടെ വീടുകളിൽ ഭാര്യയും ഭർത്താവും കരം കൊടുക്കുന്നവരാ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾ ദൈവത്തോട് സഹകരിക്കുന്നവരാണ്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പട്ടിണി കിടന്നും പാടുപീഡകൾ സഹിച്ചും നിങ്ങൾ പണിയെടുത്തപ്പോൾ നിങ്ങൾ കരം കൊടുക്കുന്നവരാണ്. വാർദ്ധക്യത്തിലെ വിഷമിക്കുന്ന മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന മക്കൾ എത്രയോ നമുക്ക് ചുറ്റുമുണ്ട്. മക്കള് മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ അവർക്ക് കരം കൊടുക്കുമ്പോൾ സന്മനസ് നമ്മൾ തുടരുകയാണ്. ഈ സന്മനസ്സിൻ്റെ ക്രിസ്മസ് അവസാനിക്കാത്ത ക്രിസ്മസ് ആയിട്ട് തീർക്കാൻ നമുക്ക് കഴിയട്ടെ. ഒരു ദിവസം കൊല്ലത്തിൽ ആഘോഷിക്കുന്ന ഒരു ഓർമ്മ പെരുന്നാളല്ല, ഒരു ദിവസം പല പ്രാവശ്യം ഞാനും നിങ്ങളും ജീവിതത്തിൽ ആഘോഷിക്കുന്ന ഒരു സന്മനസ്സിൻ്റെ ആഘോഷമായിട്ട് ഈ ക്രിസ്മസ് തീരട്ടെ. ദൈവം ഈ പുതുവത്സരം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹങ്ങളുടെ വലിയ മാരിവർഷം സമ്മാനിക്കട്ടെ. നമ്മുടെ മുൻപിൽ ധാരാളം പ്രതിസന്ധികളുണ്ട്. നമ്മുടെ മുൻപിൽ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ഒരിക്കലും കയറി തീർക്കാൻ പറ്റാത്ത വലിയ മാമലകളുണ്ട്. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുണ്ട്. ഇരമ്പുന്ന തിരമാലകളുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ നമ്മളെ നഷ്ടധൈര്യരാക്കരുത്. സന്മനസ്സോടുകൂടെ നിങ്ങൾ കർത്താവിനോട് സഹകരിച്ചാലേ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടും. എൻ്റെയും നിങ്ങളുടെയും മുൻപിലുള്ള എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ദൈവം നിങ്ങൾക്കൊരു മംഗളവാർത്ത തരുന്നുണ്ട്. കർത്താവിനെ ഗർഭം ധരിക്കുക, കർത്താവിനെ പ്രസവിക്കുക. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും ക്രിസ്മസിൻ്റെ തുടർച്ചയാകട്ടെ. ക്രിസ്മസിൻ്റെ തുടർച്ചയാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാലയൂർ പള്ളി ഏറ്റവും മനോഹരമായിട്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പള്ളി നമ്മുടെ തറവാട്ട് വീടാണ്. ഇത് സൂക്ഷിപ്പിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു. ഈ വലിയ ശുശ്രൂഷ ഏറെ സന്മനസ്സോടുകൂടെ നിങ്ങൾ ചെയ്യുന്നത് സാർവത്രിക സഭയ്ക്കുള്ള നിങ്ങളുടെ വലിയ കരുതലിൻ്റെയും കരം കൊടുക്കലിൻ്റെയും ഒക്കെ അടയാളമാണ്. ഇന്ന് പാലയൂർ പള്ളി ഈ പള്ളിക്കാരുടെ മാത്രം ഒരു സ്വകാര്യ സ്വത്തല്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും തറവാട്ട് വീടും തറവാട്ട് സ്വത്തുമാണ്. വികാരിച്ചനോടും കൈക്കാരന്മാരോടും നിങ്ങളോടൊക്കെ തന്നെ സഭയ്ക്കുള്ള വലിയ കടപ്പാട് ഞാൻ ഏറെ സ്നേഹത്തോടുകൂടെ അറിയിക്കുന്നു. ഇനിയും കൂടുതൽ കരുതലോടും ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ ഈ പള്ളി മറ്റുള്ളവർക്കും കൂടെ പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തണലനുഭവിക്കാനും ഇടവരുന്ന വിധത്തിൽ കൊണ്ടു നടക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. എൻ്റെ ഭാഗത്തു നിന്ന് പാലയൂർ പള്ളിയോട് എന്നുള്ള കരുതൽ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. ഈ പള്ളി നമ്മുടെ എല്ലാവരുടെയും തറവാട്ടുപള്ളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാം. നിങ്ങളതിനു വേണ്ടി നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളിലും സഭയുടെ നാമത്തിലെ പരിപൂർണ പിന്തുണയും സഹകരണവും ഞാൻ വാക്കു പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, എ പ്രോസ്പെറസ് ന്യൂ ഇയർ. 2025 അനുഗ്രഹീതമാകട്ടെ. ആമേൻ.